പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് കൂട്ട സസ്പെൻഷൻ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവം സഭയ്ക്ക് പുറത്തു പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് ബാധ്യതയില്ല എന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം തുടരുകയാണ്. ജിൽബി, പ്രധാനമായും പാർലമെന്റിൽ മുന്നോട്ടു പോകുന്ന ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട തീരുമാനങ്ങൾ പ്രതിഷേധ പരിപാടിയിലടക്കം അതാണോ പ്രധാനമായും ചർച്ചയാകുന്നത്? കവ്യ, തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ പാർലമെന്റിൽ എംപിമാരുടെ സസ്പെൻഷൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം എംപിമാരടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയത് തങ്ങൾ ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യം, അതായത് പൗരന്മാർ അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ അതിനൊരു പ്രസ്താവന നടത്താൻ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ പാർലമെന്റിനകത്ത് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവരെല്ലാം ചോദിക്കുന്നത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിലെത്തി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തണം. കാരണം പുറത്ത് മാധ്യമങ്ങളോട് ഇവർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല, അതിൻ്റേതായ രീതിയിൽ അതിനൊരു അന്വേഷണം നടക്കും, ഒരു സുരക്ഷാ വീഴ്ച മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ വലിയൊരു സുരക്ഷാ വീഴ്ച രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യം, അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവർക്ക് കൂട്ടമായിട്ടൊരു സസ്പെൻഷനൊക്കെ പ്രതിപക്ഷ എംപിമാർക്ക് നൽകിയത്. ഇപ്പോൾ രാവിലെ കോൺഗ്രസ് പാർലമെന്ററി യോഗം ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ഈ യോഗത്തിൽ ഇപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തണം. സഭയ്ക്ക് പുറത്ത് പ്രസ്താവന നടത്തിയതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ കൂട്ട സസ്പെൻഷൻ നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നാണ് ഇപ്പോൾ സോണിയാഗാന്ധി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചാണ് ഇപ്പോൾ ഈ പാർലമെന്ററി കാര്യ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.